നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മയുടെ തിരുനടയിൽ എത്തുന്നത് വരെ എന്റെ ശബ്ദത്തിന് ഒരു ദോഷവും ഇല്ലായിരുന്നു. പക്ഷെ അവിടുത്തെ മുന്നിൽ ഞാൻ പാടരുതെന്ന് ദേവി തീരുമാനിച്ചതുപോലെ എന്ത് തെറ്റാണ് അമ്മ ഞാൻ ചെയ്തത്? എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നമസ്കാരം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇന്നവിടെ ഇടയ്ക്ക് കുട്ടി പാടാമെന്ന ആ ആളില്ലേ, അദ്ദേഹത്തിന്റെ മനസ്സ് നൊന്താ ദേവി പൊറുക്കില്ല. ഇന്ന് മാഡം അദ്ദേഹത്തെ വേദനിപ്പിച്ചു. എല്ലാ വർഷവും ഈ ദിവസം അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് കേട്ട സരസ്വതി മണ്ഡപം ഉണരുന്നത്. എത്ര വലിയ കലാകാരന്മാരും അദ്ദേഹത്തിന് വേദി കൊടുത്തിട്ടേ സ്വയം വേദിയിൽ കയറാറുള്ളൂ. ആ പതിവ മാഡം ഇന്ന് തെറ്റിച്ചത്. അപമാനിക്കപ്പെട്ട പൊതുവാൾ അദ്ദേഹത്തിന്റെ കണ്ണീര് ഇന്ന് മാഡത്തിന്റെ കണ്ടനാളത്തിൽ വീണത്. ദേവി തന്ന ചെറിയൊരു ശിക്ഷ, അല്ല ഓർമ്മപ്പെടുത്തൽ. ശരിയാ, ഞാനങ്ങനെ ചെയ്തുകൂടായിരുന്നു. തെറ്റുപറ്റി. എന്ത് പ്രായശ്ചിത്തത്തിനും ഞാൻ ഒരുക്കുക. അതെ, തെറ്റുപറ്റി. ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്താനായിട്ടാ ദേവി മാഡത്തിന്റെ ശബ്ദം എടുത്തത്. അത് ദേവി തന്നെ തിരികെ തരും. പക്ഷേ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം. പറയൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം ചണ്ഡികാ ഹോമോ.